ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 2 മാസത്തെ വേനലവധി കഴിഞ്ഞ് ഇന്ന് നമ്മൾ പുതിയ അധ്യയന വർഷത്തിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. അറിവിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ലോകത്തേക്ക് കടന്നു വരുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും സ്നേഹം നിറഞ്ഞ ഒരു പുതിയ സ്കൂൾ വർഷം ആശംസിക്കുന്നു. വിദ്യാലയം എന്ന് പറയുന്നത് മനോഹരമായ പൂക്കൾ പൂത്തു നിൽക്കുന്ന ഒരു പൂങ്കാവനമാണ്. ആ പൂങ്കാവനത്തിൻ്റെ സൗന്ദര്യത്തിലേക്ക് നമ്മൾ നടക്കുകയാണ്. ഒരു പുതിയ സമൂഹത്തെ വാർത്തെടുക്കാനായി അനുഭവങ്ങളുടെ ജാലകം തുറക്കുകയാണ്. വിദ്യാഭ്യാസം മനുഷ്യനിലുള്ള സമ്പൂർണതയുടെ ആവിഷ്കാരമാണ്. സ്വാമി വിവേകാനന്ദൻ്റെ വാക്കുകളാണിത്. ഓരോ അധ്യയന വർഷവും ആ സമ്പൂർണതയിലേക്കുള്ള ചവിട്ടുപടികളാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ സമഗ്രശേഷിയെ വികസിപ്പിക്കലാണ്. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി കുട്ടികളിലെ മൂല്യങ്ങളും മനോഭാവങ്ങളും സർഗാത്മകതയും വളർത്താൻ പ്രാപ്യമായ വിദ്യാഭ്യാസ രീതിയാണ്. വിദ്യാഭ്യാസം അതിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമെങ്കിൽ അധ്യാപകരും കുട്ടികളും രക്ഷിതാക്കളും ചേർന്ന കൂട്ടായ ശ്രമം അത്യാവശ്യമാണ്. കൂട്ടുകാരെ, ഈ പ്രവേശനോത്സവ ദിനത്തിൽ നാം ഓർക്കേണ്ടത് പഠിക്കുക എന്നത് പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ആദ്യ ദിനം മുതൽ ക്ലാസ്സിൽ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ പഠിച്ചു തുടങ്ങണം. അതോടൊപ്പം മറ്റു പ്രവർത്തനങ്ങളിലും പങ്കാളികളാകണം. ഇണങ്ങിയും പിണങ്ങിയും ആടിയും പാടിയും കഥകൾ പറഞ്ഞും കഥകൾ കേട്ട് രസിച്ചും നമ്മുടെ പ്രിയ അധ്യാപകരുടെ സഹായത്തോടെ അനുഗ്രഹത്തോടെ നമുക്ക് ഈ യാത്ര വിജയകരമായി പൂർത്തിയാക്കാം. പഠിച്ചും കളിച്ചും ചിന്തിച്ചും മുന്നേറാൻ എല്ലാ കൂട്ടുകാർക്കും ഈ പുതിയ അധ്യയന വർഷത്തിൽ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.